സാർ, പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ്റെ അദ്ദേഹം ജയിലിലാണ്. ഇമ്രാൻഖാൻ ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ തെഹ്രീക ഇൻസാഫ് പാർട്ടി അവരൊരു വലിയ പ്രക്ഷോഭം സർക്കാരിനെതിരെ നടത്തുകയാണ്. അല്ലെങ്കിൽ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇമ്രാൻഖാൻ ജയിലിലായതുകൊണ്ട്. ഈ 15-16 തീയതികളിൽ ജയശങ്കർ, നമ്മുടെ എസ് ജയശങ്കർ പാകിസ്ഥാനിൽ അദ്ദേഹം ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ തെഹ്രീക ഇൻസാഫ് പാർട്ടിയുടെ നേതാക്കൾ ജയശങ്കറിനെ, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ അവരുടെ പ്രക്ഷോഭത്തിൽ പ്രസംഗിക്കുന്നതിനായി, അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നതിനായി ക്ഷണിച്ചിരിക്കുകയാണ്. അതിപ്പോൾ പാകിസ്ഥാനിൽ വലിയ വിവാദമായിരിക്കുന്നു. ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രിയെ തെഹ്രീക ഇൻസാഫ് പാർട്ടിയുടെ, ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ മീറ്റിങ്ങിൽ, പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്നതിനായി ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ വിവാദമായിരിക്കും. എന്താ നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം, ജയശങ്കർ അതിൽ പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജയശങ്കർ സ്റ്റേറ്റ് ഗസ്റ്റായിട്ടാണ് പോകുന്നത്. ഈസ് റെപ്രസെൻറ്റിങ് ഇന്ത്യൻ സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ സ്റ്റേറ്റ്, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, നോട്ട് ഇന്ത്യ. എനിക്കോ നിങ്ങൾക്ക് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യും, അതുപോലെയല്ല, ഇന്ത്യൻ സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈസ് എ സ്റ്റേറ്റ് ഗസ്റ്റ്. അദ്ദേഹത്തിന് അവിടെയുള്ള പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പ്രക്ഷോഭ പരിപാടി പോയി പ്രസംഗിക്കാനും പറ്റില്ല. പ്രത്യേകിച്ച് അങ്ങനെ IFS തന്നെയാണ്. അങ്ങനെ ഇതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അത് നടക്കാത്ത കാര്യമാണ്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ വലിയ മണ്ടത്തരമായിപ്പോൾ. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീൻ്റെ മുന്നിൽ ഇന്ത്യയാണ് ഇതൊക്കെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടുത്തെ തുക്കട രാഷ്ട്രീയക്കാർ കളിക്കുന്ന കളിയാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന്. ഇത് ഗീതവനാണ് ഈ ന്യൂസ് പടച്ചുവിട്ടെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെയുള്ള ന്യൂസൊക്കെ നിങ്ങൾ കോമൺ സെൻസ് അല്ല, ഇവർ ക്ഷണിച്ചു എന്നുള്ളത് വാർത്ത. അവർ ക്ഷണിച്ചോട്ടെ, അങ്ങനെ ആരെ വേണേലും ക്ഷണിക്കണം. അമേരിക്ക പ്രസിഡന്റ് ക്ഷണിക്കുക. പക്ഷേ അവിടെയും അവർ ചോദിക്കുന്നുണ്ട്, നാളെ അങ്ങനെയാണെങ്കിൽ നെതന്യാഹുവിനെയും ക്ഷണിക്കില്ലേ? അതാ പറഞ്ഞത്. അല്ല, ഇവരെ ഏറ്റെടുക്കില്ല എന്ന്. ഇപ്പം മോഡിക്കെതിരെ അമേരിക്കയിലുണ്ടായ വലിയ പ്രശ്നം തന്നെ കഴിഞ്ഞ തവണ. മോഡി പ്രസിഡന്റ് ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ഭയങ്കര അബദ്ധമാണ് കാണിച്ചത്. മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ അദ്ദേഹം പിന്നെ ഈ രീതിയിൽ മറ്റൊരു രാജ്യത്തെ ഇലക്ഷൻ ഇടപെടുന്നത് അന്താരാഷ്ട്ര മര്യാദകളിൽ വേണേൽ രഹസ്യമായി പണിയൊക്കെ ഒപ്പിക്കുക, രഹസ്യമായി എന്ത് ചെയ്യാം. പരസ്യമായി പോയത് അത് വലിയ പ്രശ്നമായിരുന്നു അവിടെ. ബൈഡൻ അതുകൊണ്ടാണ് പൊതുവെ ഈ ഡെമോക്രാറ്റ്സിന് വലിയ ഇന്ത്യ താല്പര്യം ഇല്ലാത്തതാണ്. അതിനോട് ബൈഡൻ കുറച്ച് അകലാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് ഗുണത്തേക്കാൾ അധികം ട്രംപിന് ദോഷവും ചെയ്തിട്ടുണ്ട്. അതാണ് ഉള്ളിൽ കൂടെ സഹായിക്കണം, ഇത് പുറത്ത് കൂടെ ചെയ്യരുത്. അതാണ് അന്ന് പറ്റിയത്. ഇത്തവണ എനിക്കൊന്ന് മുമ്പ് സൂക്ഷിച്ചും കൊണ്ടൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുപോലെയല്ല പാകിസ്ഥാൻ. അപ്പം അതുകൊണ്ട് ആ ഒരു ക്ഷണം സ്വീകരിക്കാൻ സാധ്യതയില്ല. രണ്ടാമത്തെ ചോദ്യം ഉണ്ടാകുന്നത് അവിടെ ഒരു അട്ടിമറി ഉണ്ടാവുമെന്ന്. പട്ടാളത്തിൻ്റെ മനസ്സില്ലാതെ അവിടെ ഒരു അട്ടിമറി നടക്കില്ല. അത് മിലിറ്ററി ഈസ് സോ പവർഫുൾ. ബംഗ്ലാദേശ് പോലെയല്ല. ബംഗ്ലാദേശിൽ പട്ടാള ഒരു വിഭാഗം മുമ്പേ ഇവരെ ഷെയ്ഖ് ഹസീനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് പരാജയപ്പെട്ടതാണ്. വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി പിടിച്ചിരിക്കാൻ പറ്റുമോ? അത് ജനങ്ങളെ കൊന്നാൽ പോരെ? ഇതാരറിയുമ്പോൾ അതൊക്കെ ചെയ്യും. ഈ മാത്രമല്ല, ഈ ജനം എന്ന് പറയുന്നത് ആരാ? ജനങ്ങളെ ട്രിഗർ ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്, ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉണ്ട്. ജനം എന്ന് പറഞ്ഞാൽ ഒരു നാഥനില്ലാത്ത നമുക്ക് തോന്നാം. ഇവർക്ക് നാഥനുണ്ട്. ആ നാഥൻ അവർ വിശ്വസിക്കുന്ന ബഹുമാൻ ജയപ്രകാശ് നാരായണനെ പോലെ, അല്ലെങ്കിൽ ഇറാനി വിപ്ലവം നടക്കുന്ന സമയത്ത് ഗൊമേനിയെ പോലെയുള്ള ചില ആളുകളാണ്. അവരാണ് ട്രിഗർ ചെയ്യുന്നത്. പാകിസ്ഥാൻ അങ്ങനെ ഈ പറഞ്ഞ ട്രിഗർ ചെയ്യുന്ന ആളുകളെ വെടിവെച്ച് വന്നാൽ മതി. അതാരും ചോദിക്കാനും പറയാനും പോകുന്നില്ല. അവിടുത്തെ മിലിറ്ററി അത്രയും പവർഫുള്ളാണ്. പിന്നെ ഈ ചെറുതൊക്കെ എന്തുകൊണ്ട് മുഷറഫ് ഭരിച്ച സമയത്ത് അവിടുത്തെ ലാൽ മസ്ജിദിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പുറലോകം അറിഞ്ഞതെന്ന് വെച്ചാൽ, മുഷറഫിനെ പുറത്താക്കണമെന്ന് ഇൻ്റർനാഷണൽ മീഡിയ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ പുറത്താക്കിയെന്നുള്ളൂ. ഇതൊക്കെ രഹസ്യമാക്കിയൊക്കെ വലിയ ബുദ്ധിമുട്ട്. നിങ്ങളെന്താ വിചാരിച്ചത്? പാകിസ്ഥാൻ പോലെ സൊസൈറ്റിയിൽ അവിടെ മിലിറ്ററി ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇമ്രാൻഖാനാണ് വരേണ്ടത് എന്ന് മിലിറ്ററി ആഗ്രഹിച്ചാൽ 1-2 പ്രക്ഷോഭമൊക്കെ തുടങ്ങി അതിനുള്ള ആംബിയൻസ് അവരെ ഉണ്ടാക്കി കൊടുക്കും. കുറച്ച് ആളുകൾ വെടിവെച്ചൊല്ലു, അതിന് ഇമ്രാൻഖാനെ പുറത്തെ വിടും. അത്രേ ഉള്ളൂ. അത് ഇമ്രാൻഖാൻ കഴിഞ്ഞ അവിടെ തന്നെ മിലിറ്ററിയുടെ സഹായത്തോടു കൂടി തന്നെ. പക്ഷേ ഇമ്രാൻഖാന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നത് ഏതാണ്? ഇമ്രാൻഖാനാണ്. ഇവിടെ പലരും ഇമ്രാൻഖാനെ ജിഹാദി എന്നൊക്കെ വിളിക്കും. അത് അയാൾ രക്ഷയില്ലാത്തതുകൊണ്ട് അവിടെ വേറെ ഒന്നും പറഞ്ഞാൽ നിൽക്കുക. ഈ ജനങ്ങളെ ഇപ്പം നരേന്ദ്രമോദി തീവ്ര ഹിന്ദുത്വം പറഞ്ഞില്ലെങ്കിൽ മോഡി ആവില്ലായിരുന്നു. ഹിന്ദുത്വം തന്നെ, മോഡി ഒരാളിന് തീവ്ര ഹിന്ദുത്വം പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് യോഗി ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹേമന്ത് വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് മോഡിയുടെ ഒരു സ്റ്റാച്ചറിലെത്തുമ്പോൾ അവരങ്ങനെ പറയില്ല, അദ്ദേഹം പറയില്ല. അതുപോലെയാണ് ഇമ്രാൻഖാൻ അത് പറഞ്ഞത് മറ്റു വഴിയില്ല. ഞങ്ങൾക്ക് ആദ്യത്തെ ഇലക്ഷൻ തോറ്റുപോയതല്ലേ, അങ്ങനത്തെ പാർട്ടി തോറ്റത് ഉന്നം പാടിയത്. എനിക്ക് അങ്ങനെ ജയിച്ചോ എനിക്കറിയില്ല. ബാക്കിയെല്ലാം തോറ്റ് ഉന്നം പാടിയതാണ്. അയാൾ ഘട്ടം ഘട്ടമായി കയറി വന്നാണ്.
അപ്പോൾ അന്ന് ഈ തീവ്രവാദികളെ സപ്പോർട്ട് അംഗീകരിക്കണ്ടേ, താലിബാനികളൊക്കെ സപ്പോർട്ട്, പക്ഷേ അങ്ങനെയൊക്കെ ഒരു വിഷൻ ഉണ്ട്. അത് അങ്ങനെയുടെ ഇൻ്റർവ്യൂസ് എല്ലാം വളരെ ക്ലിയർ. കാരണം അങ്ങനെ അവിടുത്തെ ഒരു എലീറ്റ് കുടുംബത്തിൽ വന്നിട്ടുള്ള ആളാണ്, ക്രിക്കറ്റിലൂടെ കോസ്മോപൊളിറ്റനാണ്. അപ്പോൾ മൂപ്പരൊരു വിഷയം എന്ന് വെച്ചാൽ ഇന്ത്യ ഈ വെറുതെ യുദ്ധം ചെയ്ത് സമയം കളയരുത്. പിന്നെ ഇന്ത്യയുടെ വലിയ ഫാനാണ്, ഇന്ത്യൻ ഡെമോക്രസിയുടെ. ഇന്ത്യ ജനാധിപത്യം പുലരുന്നത് കണ്ടില്ലേ, അവിടെ പാകിസ്ഥാനാണ് അതില്ല, പട്ടാളഭരണമാണ്. അപ്പോൾ അങ്ങേരെ നല്ല പവർഫുള്ളായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു മീനിങ് ഫുള്ളായ ഡയലോഗ് നടക്കും. മീനിങ് ഫുള്ളായിട്ടുള്ള ഡയലോഗ് നടന്നത്. പക്ഷേ അദ്ദേഹം ഇരുന്ന് അത്രയും സമയം അത് അങ്ങനെ നടക്കാതെ അല്ല, അദ്ദേഹം നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് അത് സമ്മതിക്കണ്ടേ ഈ പട്ടാളം. അതേപോലെ അദ്ദേഹം പവർഫുള്ളായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഡയലോഗ് നടത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ പട്ടാളം അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയത്. അദ്ദേഹത്തിന് ഈ ഷെരീഫിനൊന്നും ഇല്ലാത്തൊരു ഗുണമുണ്ട്. അദ്ദേഹത്തിന് ശക്തമായൊരു ഫാൻ ബേസ് ഉണ്ട്, ഇന്റർനാഷണൽ ഫിഗറാണ്, നല്ല തെളിച്ച കാഴ്ചപ്പാടുകൾ. ഞാൻ അങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് എല്ലാം കണ്ടാണ് പ്രധാനപ്പെട്ട. അന്ന് പണ്ട് പിന്നെ പ്ലേ ബോയ് ആയിരുന്ന സമയം തൊട്ടിട്ട് അടുത്ത കാലത്ത് വരെയുള്ള ഇൻ്റർവ്യൂസ് ഞാൻ കണ്ട. പ്ലേ ബോയ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തോട് ആരോ ചോദിക്കുന്നത് ഇൻ്റർവ്യൂ, നിങ്ങൾ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, സെറീന വഹാവ്, നന്നായി എൻജോയ് ചെയ്ത് ജീവിച്ചല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടി ഒന്നല്ല. ഓരോരോ അഫെയർ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ഡ്രാമ, ഇമോഷണൽ ബേർഡൻ അതൊക്കെ മറികടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് പ്ലേ ബോയ് അങ്ങേര് രണ്ടാമത് സാഹിബിൻ്റെ ലുക്ക് ആണല്ലോ. പിന്നെ അതിനുശേഷം റീസെൻറ്റ് ഇൻ്റർവ്യൂ അല്ല, അന്നും ഇന്നും അയാൾ പറയുന്ന പൊളിറ്റിക്കലി പറയുന്ന ഒരേ കാര്യങ്ങളാണ്: പുരോഗതി, വികസനം, ഇന്ത്യയായിട്ടുള്ള സഹകരണം, ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള റെസ്പെക്റ്റ്, ഇതൊക്കെയാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ അതൊക്കെ ചിലതൊക്കെ അങ്ങനെ പെർസ്യൂ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് സൈന്യത്തിന് അങ്ങനെ ഇഷ്ടം കണ്ടുകൂടാത്തതായത്. അല്ലാതെ ഈ ഷെരീഫ് കുടുംബത്തിനൊക്കെ ആർക്കും വിലക്കെടുക്കുക. പട്ടാളം പറഞ്ഞാൽ പട്ടാളം പറയുന്നത്, തീവ്രവാദികൾ പറഞ്ഞാൽ തീവ്രവാദി. സാധാ ഉത്തരേന്ത്യൻ പൊളിറ്റീഷ്യൻസിനെ പോലെയാണ് അവർ. ശരിക്കും നരേന്ദ്രമോദിക്ക് പറ്റിയൊരു കൗണ്ടർ പാർട്ടാണ്. നരേന്ദ്രമോദിക്ക് അങ്ങനെയാണ്, കാര്യങ്ങൾ ചെയ്ത് കാണണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അയൽ രാജ്യങ്ങളൊക്കെ നല്ല ബന്ധത്തിൽ പോകണം എന്നാണ് മോഡിയുടെ ആഗ്രഹം. പക്ഷേ ഇവന്മാർ അമേരിക്കത്തിന് മോഡി എന്ത് ചെയ്യാനാണ്? അപ്പോൾ അവിടെ അങ്ങേക്ക് കുറച്ചൊരു തീവ്ര മുസ്ലിംസിൻ്റെ സപ്പോർട്ടാണ് ഇവിടെ ഉള്ളത്. ഏതാണ് തീവ്ര സ്വഭാവമുള്ള ഹിന്ദുസാണ് അദ്ദേഹത്തിന് പിന്നെ വോട്ട് ബേസ് ഇൻഡിപെൻഡൻ്റായി നോക്കുമ്പോൾ. പിന്നെ ഈ പറയുന്ന മിതവാദികളായ ആളുകൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പട്ടാളത്തിന് അങ്ങനെ പേടി. ഇപ്പോൾ ബേൻസി ഭൂട്ടോനെ അവർക്ക് ഇതുപോലെ പേടിയുള്ള ഒരാൾ. ബേൻസി ഭൂട്ട് അത്ര അപകടകാരിയൊന്നും അല്ലായിരുന്നു. അവർ പുറത്ത് ഭയങ്കര പവർഫുള്ളാണ് തോന്നിയിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ മൊത്തം തീരുമാനിച്ചത് സർദാരിയായിരുന്നു. പക്ഷെ അതുപോലല്ല ഇമ്രാൻ ഖാൻ. പിന്നെ ഇമ്രാൻ ഖാൻ്റെ ഭാര്യ ഒരു സൂഫി ഒക്കെയാണ്. അവർ ഒരുപാട് സ്പിരിറ്റ്, ആത്മാക്കളുമൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു പട്ടാളത്തിന് പേടിയെന്നാണ് അവിടെ ന്യൂസ് ഉണ്ടായിരുന്നു. ഇമ്രാൻ ഖാൻ പിന്നെ ആളുകൾ കൂടുകയാണ് ഇവരെ കല്യാണം കഴിച്ചതിന് ശേഷം. ഇവർക്ക് ഈ പറയുന്നതിൻ്റെ മാതിരി എന്താ പറയുക, ജിന്നും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ഒരാളാണെന്ന് വിശ്വാസമുണ്ട്, മന്ത്രവാദമൊക്കെ അറിയുന്ന ആളാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ നടുവിലുണ്ട്. അതേതായാലും നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു എന്താ അനാലിസിസിന് നമുക്കത് ബാധകമല്ല. എങ്കിൽ പോലും ഇമ്രാൻ ഖാൻ അവിടെ ഒരു പ്രോമിസിങ് ലീഡർ, നമുക്ക് പ്രോമിസിങ് ആയി തോന്നുന്ന ലീഡർ ഇമ്രാൻ ഖാനാണ്. അയാൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രമായിരിക്കാം നമ്മുടെ നാട്ടിൽ പല ആളുകളും അയാളെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പ്രധാനമന്ത്രി വേണ്ടേ? പാകിസ്ഥാനിലൊരു പ്രധാനമന്ത്രി വേണം. ആ കൂട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളും ഒരു ക്ലിയർ വിഷനുള്ള ആളും ഇമ്രാൻ ഖാനാണ്. പക്ഷേ പട്ടാളം സമ്മതിക്കില്ല. അവിടുത്തെ പട്ടാളം ഭയങ്കര പവർഫുള്ളാണ്. ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന പട്ടാളമാണ്. പട്ടാളത്തിൻ്റെ ഒരു വിഭാഗത്തിനെങ്കിലും സപ്പോർട്ടില്ലാതെ ജനം അവിടെ തെരുവിലിറങ്ങിയാൽ അവരുടെ കാര്യം ഗുദാഗമാണ്. ഇനി വീണ്ടും ഈ പട്ടാള ഭരണമൊക്കെ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ സ്വാധീനം ഇല്ലാത്തൊരു ജനാധിപത്യ സംവിധാനം അവിടെ വരുമെന്ന് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ത്യ തന്നെ ഈ പട്ടാളത്തെ സ്വാധീനം വെച്ചാൽ അത് അവരൊരു മിലിറ്ററി സ്റ്റേറ്റ് അല്ലേ, നാഷണൽ സെക്യൂരിറ്റി സ്റ്റേറ്റ് ആണ്. ഇന്ത്യ എന്ന് പറഞ്ഞ ശത്രുവിനെ മുൻനിർത്തിയാണ് ആ രാജ്യം ഉണ്ടായത് തന്നെ. ഹിന്ദു ഇന്ത്യ എന്ന് പറഞ്ഞ ശത്രുവിനെ മുൻനിർത്തിൻ്റെ അങ്ങനെ നിലനിൽക്കുന്ന രാജ്യത്താണ്. അപ്പം ഈ ജിന്ന ഉണ്ടാക്കിയ ജിന്നയൊക്കെ പട്ടിയാവുന്ന പോലെ അവസാനം ചത്തത് മിലിറ്ററിയാണ്. കാരണം ആ രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് ആ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ആരാണ്? മിലിറ്ററിയാണ്. ഇന്ത്യനെ ശത്രുവാക്കിയല്ല, ഇന്ത്യക്ക് അവരന്മാരൊന്നും പിടിച്ചെടുക്കണമെന്നില്ല. കാശ്മീർ നമ്മളെ കാശ്മീരും കൊണ്ടുവന്നാൽ മതി. പക്ഷേ ഇന്ത്യ എന്നുള്ള ശത്രുവിനെ ഉയർത്തി കാണിച്ച് അവർ ഒരുമിച്ച് അല്ല ഒരുപാട് വിഭാഗങ്ങളാണ്, പുസ്തൂണുകൾ, ഹിന്ദികൾ, പഞ്ചാബികൾ, അവനെ പരസ്പരം അടിക്കും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി ഇന്ത്യ എന്നുള്ള ശത്രു. അപ്പോൾ ഇന്ത്യ ആയിട്ട് നിരന്തര സംഘർഷമാണ്. ആ സംഘർഷം വരുമ്പോൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കിട്ടുക? പട്ടാളത്തിനാണ്. അപ്പോൾ പട്ടാളം അവിടെ സർവ്വവ്യാപിയാണ്. പിന്നെ അമേരിക്കയുമായിട്ട് അമേരിക്കയിലെ ഈ ഡീപ് സ്റ്റേറ്റുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അവിടുത്തെ പട്ടാളത്തിനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പാകിസ്ഥാനിലേക്ക് ജയശങ്കർ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? അദ്ദേഹം അത് സ്വീകരിക്കാൻ സാധ്യതയില്ല, കുറവാണ്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.